നമസ്കാരം. പ്രപഞ്ചജാലകത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോർത്ത് അനാവശ്യമായി ഭയപ്പെട്ടിട്ടുണ്ടോ? ചെറിയൊരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ച് അതൊരു വലിയ മലയാക്കി മാറ്റുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ നിങ്ങളൊരു ഓവർ തിങ്കറാണ്. അമിത ചിന്ത എന്നത് ഒരു മാനസിക ജയിൽ പോലെയാണ്. അവിടെ നിങ്ങൾ തന്നെയായിരിക്കും തടവുകാരനും പോലീസുകാരനും. ഈ ജയിലിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം? നിങ്ങളുടെ മനസ്സിനെ അനാവശ്യ ചിന്തകളിൽ നിന്ന് മോചിപ്പിക്കാൻ സഹായിക്കുന്ന 3 വിദ്യകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അമിതമായി ചിന്തിക്കുന്നത്? മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ, ഒന്നുകിൽ നമ്മൾ ഭൂതകാലത്തെക്കുറിച്ചോർത്ത് സങ്കടപ്പെടുന്നു, അല്ലെങ്കിൽ ഭാവിയിലെ അപകടങ്ങളെക്കുറിച്ചോർത്ത് ഭയപ്പെടുന്നു. ചിന്തിക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് പ്രവർത്തിക്കാനുള്ള ഊർജം നൽകുന്നതിനു പകരം നിങ്ങളെ തളർത്തുന്നുണ്ടെങ്കിൽ അത് അപകടകരമാണ്. ഇത് നിങ്ങളുടെ ഉറക്കം നശിപ്പിക്കും, ജോലിയിലെ ശ്രദ്ധ കുറയ്ക്കും, ഒടുവിൽ മാനസിക സമ്മർദ്ദത്തിലേക്കും ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കും. ഇത് മാറ്റാൻ നമ്മുടെ ചിന്താഗതിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഒന്നാമത്തെ വിദ്യ, 2 മിനിറ്റ് നിയമവും ആക്ഷൻ സ്റ്റെപ്പും. അമിതചിന്തയുടെ ഏറ്റവും വലിയ ശത്രു പ്രവൃത്തിയാണ്. നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചിന്ത ഒരു ഭാരമായി മാറുന്നുണ്ടെങ്കിൽ, ഉടൻ തന്നെ ആ വിഷയത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യം എന്താണെന്ന് നോക്കുക. ഉദാഹരണത്തിന്, നാളത്തെ പരീക്ഷയെക്കുറിച്ചോ മീറ്റിങ്ങിനെക്കുറിച്ചോ ഓർത്താണ് അമിതചിന്തയെങ്കിൽ, ആ ചിന്തയവിടെ നിർത്തിയിട്ട് ഉടൻ തന്നെ അടുത്ത 10 മിനിറ്റ് സമയം പഠിക്കാനോ തയ്യാറെടുക്കാനോ മാറ്റിവെക്കുക. നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ആകുലതകളിൽ നിന്ന് ശ്രദ്ധ മാറ്റി പരിഹാരത്തിലേക്ക് നീങ്ങുന്നു. ചിന്തകൾ അധികമാകുമ്പോൾ ഒരു പേപ്പറും പേനയും എടുത്ത് അവ എഴുതിവെക്കുക. മനസ്സിലെ അഴുക്കുകൾ തൂത്തുകളയുന്നതിന് തുല്യമാണ് ചിന്തകൾ കടലാസിലേക്ക് പകർത്തുന്നത്. രണ്ടാമത്തെ വിദ്യ, വർത്തമാനകാലത്ത് ജീവിക്കുക. നമ്മുടെ ചിന്തകളിൽ 90% നമ്മൾ നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. അന്നത് നടന്നില്ലായിരുന്നെങ്കിൽ, നാളെ അങ്ങനെ സംഭവിച്ചാൽ തുടങ്ങിയ എങ്കിൽ ചോദ്യങ്ങളാണ് നമ്മളെ കുഴപ്പിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ്: ഭൂതകാലം മരിച്ചുപോയി, ഭാവി ജനിച്ചിട്ടില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് ഈ നിമിഷം മാത്രമാണ്. അമിതചിന്ത വരുമ്പോൾ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്ന 5 കാര്യങ്ങൾ, കേൾക്കുന്ന 4 ശബ്ദങ്ങൾ, അനുഭവപ്പെടുന്ന 3 മണങ്ങൾ. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് അലഞ്ഞുതിരിയുന്നത് അവസാനിപ്പിച്ച് വർത്തമാനകാലത്തേക്ക് തിരിച്ചുവരും. ഇതിനെ ഗ്രൗണ്ടിംഗ് ടെക്നിക് എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ വിദ്യ, ചിന്തകൾക്കായി സമയം മാറ്റിവെക്കുക. ചിന്തകളെ പൂർണ്ണമായും തടയാൻ ആർക്കും കഴിയില്ല. അതിനായി ഒരു വിദ്യയുണ്ട്. ദിവസം മുഴുവൻ ചിന്തിച്ച് സമയം കളയുന്നതിന് പകരം ചിന്തകൾക്കായി മാത്രം ഒരു 15 മിനിറ്റ് സമയം മാറ്റിവെക്കുക. ഉദാഹരണത്തിന്, വൈകുന്നേരം 6 മുതൽ 6:15 വരെ എനിക്ക് എന്തു വേണമെങ്കിലും ചിന്തിക്കാം, എന്തിനെക്കുറിച്ചും ആകുലപ്പെടാം എന്ന് തീരുമാനിക്കുക. ബാക്കിയുള്ള സമയങ്ങളിൽ അനാവശ്യ ചിന്തകൾ വരുമ്പോൾ മനസ്സിനോട് പറയുക, ഇതൊക്കെ ചിന്തിക്കാൻ എനിക്ക് വൈകുന്നേരം സമയമുണ്ട്, ഇപ്പോൾ ഞാൻ എൻ്റെ ജോലിയിൽ ശ്രദ്ധിക്കട്ടെ. ചിന്തകളെ നിയന്ത്രിക്കാൻ ഇത് നിങ്ങളെ പ്രാപ്തരാക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കരുത്. പകരം നിങ്ങൾ ചിന്തകളെ ഭരിക്കുക. ഈ 3 വിദ്യകൾ ഇന്നു മുതൽ പ്രാവർത്തികമാക്കി നോക്കൂ. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. സമാധാനമുള്ള ഒരു മനസ്സിനേക്കാൾ വലിയൊരു സമ്പാദ്യം വേറെയില്ല. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അമിതമായി ചിന്തിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുക. പ്രപഞ്ചജാലകം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.